ചെങ്കോട്ടന്റെ മുന്നിലാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ പതാക പാറി പറന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ചെങ്കോട്ട. അപ്പൊ നമുക്ക് അകത്ത് പോയി ചെങ്കോട്ടയിലെ കാഴ്ചകളെല്ലാം കാണാം. ഇതാണ് ചെങ്കോട്ടയിലേക്ക് നമ്മൾ പോകുന്ന വഴിയിട്ടാണ്. നോക്കി ഒരുപാട് ആൾക്കാർ ഇവിടെയും വന്നിട്ടുണ്ട്, വിസിറ്റേഴ്സ്. നമ്മളില്ലേ അവിടെ പോയിട്ട് ഇതാ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇവിടെ തന്നെ ഫ്രണ്ടിൽ. അപ്പോൾ ഇവിടെ പോയിട്ട് പാസ് എടുത്തിട്ട് വേണം നമുക്ക് ചെങ്കോട്ടേൻ്റെ അകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇന്ത്യയിലത്തെ എന്താ പറയണ്ട പരമപ്രധാനമായ, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ അന്ന് രാത്രിയിൽ 12 മണിക്ക് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് പറന്നു വരുന്ന സ്ഥലം. നമ്മൾ പാസിന് വേണ്ടി ലൈൻ നിൽക്കുവാന്നേ. ലേഡീസിന് വേറെ തന്നെ ലൈൻ ഉണ്ട്, ജെൻസിന് വേറെ തന്നെ ലൈൻ ഉണ്ട്. ില്ലേ റെഡ് ഫോർട്ടിലേക്കുള്ള പാസ് കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ പോയിട്ട് മ്യൂസിയം റെഡ് ഫോർട്ടും അപ്പൊ ഈ ലൈൻ എന്ന് പറയുന്നതുണ്ടല്ലോ, ഇത് ഈ റിക്ഷയിൽ പോയിട്ട് നമുക്ക് റെഡ് ഫോർട്ട് കാണാം. അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈനാണ് കേട്ടോ. അല്ലാണ്ട് നടക്കാൻ വേണ്ടി നടന്നിട്ട് പോകാനില്ല, അവർക്ക് നടന്നിട്ടും പോവാം. ഇതാ റെഡ് ഫോർട്ട്. ഇതാ നമ്മളേതായാലും നടന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വെച്ചു. എന്നാ പറയുക, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് നടന്നു പോവാമല്ലോ. അപ്പോൾ റെഡ് ഫോർട്ട് കാണിച്ചു തരാം. എന്ത് വലിയതാന്ന് നോക്കിയാ. നമ്മളിപ്പോഴും ഇതിന്റെ ഫ്രണ്ടിലെത്തിയിട്ടില്ല. എന്ത് രസാന്നല്ലേ കാണാൻ. ഇതൊക്കെ ചുറ്റിലും വലിയൊരു കുഴിയാണ്. കുഴി ഒരു മതിൽ, അതിന്റെ മുകളിലാണ് ഈ പിന്നെ എന്താന്ന് കോട്ടയിൽ ഇത് കേട്ടാ. അതാ നമ്മുടെ പതാക. ആദ്യത്തെ കൊടിയില്ലേ അർദ്ധരാത്രി ഇന്ത്യയുടെ കൊടി നടന്നു വന്നില്ലേ, ഇത് പകുതിയായിട്ട് അങ്ങോട്ട് അതുപോലെയുണ്ട്. നമുക്ക് ദൂരല്ലേ അങ്ങനെ നിങ്ങളോളം മ്യൂസിയം ഉണ്ട് ഇതിന്റെ അപ്പുറത്ത്. നമുക്ക് മ്യൂസിയത്തിലും പോണം. ഇതാണ്ടല്ലേ എത്ര ദൂരത്താണ്, എത്ര ഇതിലാണ് വ്യാപിച്ചു കിടക്കുന്ന. അതുവഴി നമുക്ക് അകത്തേക്ക് കയറാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് അകത്തേക്കൊന്ന് പോയിട്ട് നോക്കേ. ഇതൊക്കെ ഇനിയും തീർന്നിട്ടില്ല. ഇതാണ്ട ഒരുപാട് വ്യാപിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തെടുത്തുന്നത് ഇത്രയുണ്ട്. അപ്പം നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ അകത്തേക്ക് പോകാനൊരു ലൈനാണ് ഇത്. നമ്മൾ ടിക്കറ്റൊക്കെ അവിടെ കൊടുത്തു. അങ്ങനെ നമുക്ക് അകത്തോട്ട് പോകാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെയാണ് പോകുന്നത്. ചെക്കിങ് ആണ്, ലേഡീസ് വേറെ ജെൻസ് വേറെ ചെക്കിങ്. ഉച്ചവായിട്ടന്നെ അതിലേക്കൂടെ പോയി. നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ അകത്തോട്ട് പോകട്ടാ. ഇതുവഴിയാണ് കയറി പോകേണ്ടത്. ഇതൊക്കെ അവിടെ വലിയൊരു കുഴി. ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. പറ്റുന്ന പോലെ വീഡിയോ എടുക്കാം. ഇവിടെ ഒരു പീരങ്കി.
അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ടിന്റെ അകത്തെത്തി. കണ്ടോ, ഇതാണ് റെഡ് ഫോർട്ടിന്റെ അകത്തോട്ടാ. നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറി പോവാ. ഇതാ നമുക്ക് റെഡ് ഫോർട്ടിന്റെ അകത്തോട്ട് പോകുമ്പോ അങ്ങനെ മ്യൂസിയത്തിനകത്താ ചന്തയിലുണ്ടല്ലോ ഇവിടെ. പോയതാണ്. രണ്ട് സൈഡിലും ചന്തയാണ്. ചന്തയല്ല, മാർക്കറ്റ്. अब देख ले इसमें പക്ഷെ ഞാൻ ഫോട്ടോഗ്രാഫർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മ്യൂസിയം കാണാൻ പോയിട്ട് പോവാന്നേ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ഇവിടെ ചെക്ക് ചെയ്യണം. നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോകണം കേട്ടോ. രണ്ട് മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞോളാം. ഈ മ്യൂസിയത്തിൻ്റെ അകത്തുനിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ ക്യാമറ യൂസ് ചെയ്തുവിടാന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ ഓഫാക്കി. ഞാൻ നമുക്ക് വേറെ മ്യൂസിയം കൊട്ടാരത്തിലെ മന്ത്രിയൊക്കെ ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ കുറെ രാജാക്കന്മാരെ കുപ്പായിട്ടിട്ട് കുറെ ആൾക്കാരുണ്ട്. അതിവിടെ അങ്ങനെ ആക്കിയതാന്ന് തോന്നുന്നു. ഇനി നമുക്ക് മറ്റേ മ്യൂസിയത്തിലേക്ക് പോയി നോക്കാം കേട്ടോ. അവിടെ ക്യാമറ അലൗഡ് ആണോ അറിയില്ല. പാളി മാത്രമേ ഉള്ളൂ. നോക്കറ ഇതിന്റെ ഉള്ളിൽ ഇനിയും എത്രയും ഉണ്ട്. ഇത്ര സത്യം പറയാലോ, വീഡിയോയിൽ എത്ര കിട്ടുന്നുണ്ട് നിനക്കറിയില്ലേ. ഒരുപാട് ഏരിയയിലുണ്ട് ഇത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏക്കർ സ്ഥലത്ത് വികസിച്ച് കിടക്കുന്നതാന്ന് തോന്നുന്നു. ഇത് നമ്മളിപ്പോൾ വേറൊരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് മ്യൂസിയം ആണ്. റെഡ് ഫോർട്ടിൻ്റെ തന്നെ ഒരു ഭാഗം ഇത്.
ഫ്രണ്ടില് റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് അറിയില്ല. ഇതുണ്ടാ, ഇത് നമ്മളിപ്പോൾ കയറി വന്ന ഭാഗം. ഏട്ടാ വീഡിയോ ഒന്നും എടുത്താൽ തികയും തോന്നില്ലല്ലോ അല്ലേ? അത്ര ഉണ്ട്. ഇത് ഏതാ എടുക്കണ്ട് എന്നുള്ളൊരു പിടി കിട്ടുന്നില്ല. നോക്കിയേ, അങ്ങനെ നമ്മൾ നടന്നതാ. ഇതാണ്, ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇത് റെഡ് ഫോർട്ടിൻ്റെ അകത്തുള്ള ഒരു ഭാഗമാണ്. ഇവിടെ രണ്ടാളിതാ ഫോട്ടോന് പോസ് ചെയ്യുന്ന പോലെ നിൽക്കുന്നുണ്ട്. രണ്ടാള് ഫോട്ടോന് പോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. വീഡിയോ എടുത്ത് കയറാൻ പറ്റുമോ? അങ്ങനെ കയറാൻ പറ്റുമോ? കൈ കാണിച്ചെന്ന് കേട്ടൻ, പക്ഷെ അതിലെ കൂടെ കയറാൻ പറ്റില്ല. അതിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. കണ്ടില്ലേ? നമുക്ക് ഇതുവഴി പോവാം. ഇതാ ഇപ്പുറത്ത് ഇതാ ഇതുപോലെയും കൂടി ഉണ്ട് കേട്ടാ. അതൊക്കെ നമുക്ക് ഇത് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം. നടന്നിട്ട് തീരുന്നില്ല. ഇതാ അപ്പം ഞാൻ ഇവിടെ എത്തി. റെഡ് ഫോർട്ട് എന്ന് കേട്ടിട്ടുണ്ട്. കാണുമ്പോഴാണ് മനസ്സിലായത് എത്ര വലുതാണ്. ഇതിൻ്റെ മേലൊക്കെ കണ്ടാ. അച്ചുവേട്ടനും എന്നെക്കാളും മുന്നേ കയറിയെന്നല്ലോ. അവരെ കാണുന്നില്ലല്ലോ. രാജാവ് ഇരിക്കുന്ന അല്ലേ? ഓക്കെ. രാജാവിന്റെ ദർബാർ അത് നോക്കറാ. നമ്മൾ മറ്റേ ഈ കഥയിലെല്ലാം കാണല്ലേ, ഇതാണൊക്കെ രാജാവ് ഇരുന്നിട്ട് താഴെ കുറേ ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട്. അച്ചു, ഇതാണ് റെഡ് ഫോർട്ട്. അയ്യോ, ഇവര് രണ്ടാളും ഇതിലെ ചാടിയിറങ്ങി. അയ്യോ, എനിക്ക് ചാടിയിറങ്ങാൻ പറ്റൂല. ഞാൻ ഇതുവഴി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോയി. നമുക്ക് അയ്യോ എന്താ ദൈവമേ, എന്താ പറയാ, ഒരുപാട് ഇനിയുണ്ട് ഇത്ര കാണാനിട്ടാ. ഏട്ടനങ്ങ് അവിടുന്ന് വിളിക്കുന്നുണ്ട് അപ്പുറത്ത് പോവാൻ. ഇത് വേറൊരു ബിൽഡിങ്ങിനകത്ത്. ഇതാ രണ്ട് സുൽത്താന്മാര് കൊട്ടാരത്തിനുള്ളിലുണ്ട്. ചെറിയ സുൽത്താനും വലിയ സുൽത്താനും. ഇതാണ് കൊട്ടാരത്തിന്റെ അകത്തെ കാഴ്ചകൾ. ചുമരിനൊക്കെ കണ്ട. എന്താ ഇത്? പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ച വാളായത്? അച്ചു കണ്ടു പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ച വാള്? രാജാക്കന്മാർ ഉപയോഗിച്ച അമ്പും ബില്ല്. കണ്ട പണ്ടത്തെ സ്റ്റെപ്പ് ഏട്ടാ, പണ്ടത്തെ സ്റ്റെപ്പും ഫ്ലോറിലൊക്കെ മരത്തിന്റെ സ്റ്റെപ്പും മരത്തിന്റെ ഫ്ലോറും. ഇതെവിടെയുണ്ട് അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ പണ്ടത്തെ രാജാക്കന്മാരല്ലേ. ബക്രീദിന്റെ സമയത്തുള്ള അറ്റാക്ക് ഇവിടെ ഡൽഹി.
ഇതെന്നാട്ടാ ഈ ഉണ്ട? ഇതെന്താ ഈ ബോള്? ഇത് ആ മറ്റേ ഇവരുടെ ഫോട്ടോ എടുത്തിട്ട് ക്യാനണിൽ ഇടുന്ന ഉണ്ടായത്. ആ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ രാജാവിൻ്റെ കുപ്പായങ്ങളേതാ. ഇവിടെ രാജാവിൻ്റെ ഗൗണ്. സ്കേർട്ട്. അങ്ങനെ നമ്മൾ വേറൊരു റൂമിലേക്ക് എത്തി. പഞ്ചാബ് നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പഴയൊരു കൊട്ടാരാണ് കേട്ടാ. ഇതൊക്കെ മരത്തിന്റെ സ്റ്റെപ്പ്. ഏത്? ഇതെല്ലാം ബടന്മാരും നിൽക്കുന്ന സ്ഥലമാണ്. ആ സ്റ്റെപ്പൊക്കെ നമുക്കുണ്ടോ പഴയ രീതിയിലുള്ള? എത്ര വർഷം പഴക്കമുള്ളതായത്? ഇത് കണ്ടില്ലേ പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന തോക്കുകള്. പഴയ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ ഇവിടെയൊക്കെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം കാണുന്നുണ്ടാവും അല്ലേ? ഞാൻ പിന്നെ ഒരുപാട് ആൾക്കാർ തിരക്കല്ലേ, ലൈനെല്ലാം ആയിട്ട് പോകുന്ന പോക്കിലാണ് ഇങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത്. അവിടെ എത്രമാത്രം എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വലിയൊരു കൊട്ടാരമാണ് ഇതിനകത്ത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ഇനി വേറെ സ്ഥലത്തേക്ക് തൊട്ടപ്പുറത്ത് ബാക്കി ഭാഗം കൂടെ കാണാൻ വേണ്ടി പോകുവന്നേ. അതിനകത്ത് നല്ല ചൂടായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ വീട് നല്ല തണുപ്പ് തുടങ്ങി. നമ്മൾ കണ്ട പോലത്തെ ഒരു ബിൽഡിങ്ങിന് അപ്പുറത്ത് ആദ്യം ഉണ്ട് അത്ര കേട്ടാ. എന്താ ഒന്നല്ല ഒരുപാടുണ്ട് ഇത്ര. ഇനിയും ഇത് അങ്ങോട്ടേക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തം കണ്ടു തീർക്കണമെങ്കിൽ ഒരു ദിവസം വേണമെന്നാ തോന്നുന്നത്. അങ്ങറ്റത്ത് വരെ ഉണ്ട്. അച്ഛമ്മൻ ഇതൊരു സ്ക്യൂറലിന്റെ പിറകെ ഓടി കളിക്കുന്നുണ്ട് ഇവിടുന്നതാ. അയ്യോ സ്ക്യൂറൽ അവരെ പേടിച്ച് ഓടുന്നുണ്ട്. രാജാവിന്റെ കൊട്ടാരം തീർന്നിട്ടില്ല. ഇവിടെയൊക്കെ കുറെ സ്റ്റേജ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണെന്നൊന്നും അറിയില്ല. ഇത് ഫുള്ള് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്താ അവിടെ ഇല്ലത്? കാണുന്നുണ്ടോ എന്തെങ്കിലും? എന്താ തടവുള്ളികളെ വിചാരണ ചെയ്തിട്ട് എൻ്റെ ഉള്ളിടുന്ന സ്ഥലം തോന്നുന്നു. വീഡിയോ എടുത്ത് തളർന്നുപോയേ. വിചാരിച്ചിട്ടുണ്ടല്ലോ ഇത് ഒരുപാട് ഒന്നൊന്നും തീരൂല വീഡിയോ എടുത്താൽ. അത്ര ഉള്ളിയുടെ കാണാൻ വേണ്ടിയിട്ട് ബോട്ടിന്റെ പുറഭാഗം കണ്ടപ്പോലെ ഉള്ളിൽ അതിനേക്കാൾ ഒരുപാട് കാഴ്ചകളുണ്ട്. പറ്റുന്ന പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ലല്ലോ. നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകണ്ടായിരുന്നു. അപ്പം
കുറച്ച് എടുത്തിട്ട് നമുക്ക് തൽക്കാലം ഇതിൻ്റെ കാഴ്ചകൾ ഇവിടെ മതിയാക്കാം. ബാക്കി നമുക്ക് അടുത്ത സ്ഥലത്ത് ഒരു പുതിയ വീഡിയോ കാണാം.